എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആനന്ദത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ഒരു ജീവിതം. പലരും അതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഇന്ന് അങ്ങനെ ഒരു ലൈഫ് നിനക്ക് തരുമെന്ന് ബൈബിള് ഉറപ്പ് തരുന്ന ഒരു വചനമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്ക് സ്തോത്രം, ഹല്ലേലൂയ, 40-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യം. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. ഈ ദൈവത്തെ കണ്ടുമുട്ടിയവന് ലഭിക്കുന്ന ഒരു വലിയ സന്തോഷം. ചിലരുടെ ആ സന്തോഷം അവരുടെ നന്മ ഇച്ചിരി കുറഞ്ഞാൽ അങ്ങ് നഷ്ടപ്പെടും. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിലുള്ള സന്തോഷം കടം വന്നാൽ നഷ്ടപ്പെടത്തില്ല, രോഗം വന്നാൽ നഷ്ടപ്പെടത്തില്ല, പ്രതികൂലങ്ങൾ വന്നാൽ നഷ്ടപ്പെടത്തില്ല. ഫിലിപ്പിയ ലേഖനം പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നാണ് എഴുതിയത്. പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുക, നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കും. എന്നിട്ട് വരെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ദൈവത്തെ കണ്ടെത്തിയെന്ന് പറയുന്ന എത്ര പേരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്? ചിലർ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ വെച്ച് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയുന്ന സന്തോഷം ആത്മസന്തോഷം. പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയോട് സന്തോഷിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആത്മസന്തോഷമാണ്. കോടികൾ ഉണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ. ദൈവമില്ലെന്ന് പറയുന്ന മനുഷ്യര് പോലും ഇന്ന് നിരാശയിലൂടെ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവം ഉണ്ടെന്ന് പറയുന്നവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയാണ് കുഴപ്പം? ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവത്തിൽ സന്തോഷിക്കണമെന്നാ ബൈബിൾ. ബാക്കി ഒരിക്കൽ കൂടെ വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവൻ യഹോവ മഹത്വമുള്ളതെന്ന് എപ്പോഴും പറയട്ടെ. നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാം. നിരാശകളെ മറക്കാം, സങ്കടങ്ങളെ മാറ്റി നിർത്താം, എന്നിട്ട് ദൈവത്തിൽ സന്തോഷിക്കാം. ആത്മസന്തോഷത്തെ കുറിച്ചാണ് പറയുന്നത്. സന്തോഷിക്കാൻ കഴിയാതിരിക്കുന്ന ചിലരെ കണ്ടു ദൈവം പറയുക, അല്പം കൂടെ ദൈവത്തോട് അടുക്കുക, നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ടാവും. നിരാശ നിന്നെ കയറി പിടിക്കരുത്. നവോമി രൂത്തും കൂടെ ചെല്ലുമ്പോൾ എന്നെ മാറാന്ന് വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവൾ അറിഞ്ഞില്ല, അവള് വിളിക്കുന്ന ദൈവം അവളെ കൈവിടത്തില്ല. അല്പം കഴിഞ്ഞപ്പോൾ ആ ബേത്ലഹേമിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളായി അവൾ മാറി. സ്തോത്രം. അന്നേരം അവൾക്ക് മനസ്സിലായി, ഹല്ലേലൂയ, പ്രതിസന്ധിയിൽ നിരാശപ്പെടരുത്, പ്രതിസന്ധികളിൽ സന്തോഷിക്കണം. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, പ്രതിസന്ധികളിൽ നിരാശപ്പെടരുത്, പ്രത്യാശിക്കണം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയിൽ സന്തോഷിച്ച് ജീവിപ്പാൻ കൃപ തരണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം, ആനന്ദിക്കാം. ഗോഡ് ബ്ലസ് യു.